നമ്മുടെ മുഖ്യധാര മലയാള മാധ്യമങ്ങൾക്ക് കുറച്ച് ദിവസമായി ഒരൊറ്റ ചർച്ചാ വിഷയമേ ഉള്ളൂ. അത് മേയർ ആര്യ രാജേന്ദ്രൻ ബസ് ഡ്രൈവർ വിവാദമാണ്. രാജ്യമൊട്ടുക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും അതിനേക്കാൾ പ്രാധാന്യത്തിലാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ചർച്ച ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഡ്രൈവർ യദു കൃഷ്ണയ്ക്ക് ഒരു ഉപാധികളില്ലാത്ത പിന്തുണ കേരളത്തിലെ എല്ലാ ഇടതുവിരുദ്ധരായ മുഖ്യധാര മാധ്യമങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ആ ഡ്രൈവർ യദു കൃഷ്ണയ്ക്കെതിരെ ഏറ്റവും പുതിയൊരു നിയമ നടപടിക്കൊരുങ്ങുകയാണ് കേരള പോലീസ്. അതിന് കാരണം യദു കൃഷ്ണയുടെ ഫോൺ കോൾ വിവരങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കിയെടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവ ദിവസം, അതായത് മേയർ ആര്യ രാജേന്ദ്രനുമായി റോഡിൽ വെച്ച പ്രശ്നമുണ്ടാകുന്ന ദിവസം യദു കൃഷ്ണ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ 1 മണിക്കൂറിലേറെ പല തവണയായി 1 മണിക്കൂറിലേറെ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് ഇതൊരു നിയമലംഘനമായതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടിയെടുക്കുമെന്നും KSRTCക്ക് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുമാണ്. KSRTCയുടെ ആഭ്യന്തര അന്വേഷണത്തിനും നടപടികൾ സ്വീകരിക്കുന്നതിനുമായിട്ടായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇത് യദു കൃഷ്ണയ്ക്ക് മറ്റൊരു തിരിച്ചടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടതിൽ പലരും കുറ്റവാളിയാണ് അല്ലെങ്കിൽ ആരോപണ വിധേയൻ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഡ്രൈവർ യദു കൃഷ്ണയാണ്. ആ ഡ്രൈവർ യദു കൃഷ്ണ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. അതും ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആ വേളയിൽ തന്നെ 1 മണിക്കൂറിലേറെ ഫോണിൽ സംസാരിച്ചിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് പോലീസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ CCTV നഷ്ടമായതിന് പിന്നിലും ഡ്രൈവർ യദു കൃഷ്ണയാണോ എന്ന സംശയങ്ങൾക്ക് ഇത് കൂടുതൽ ബലം നൽകുന്നുണ്ട്. അതോടൊപ്പം ഈ ഫോണിൽ സംസാരിച്ചു എന്ന ആരോപണത്തെ ശരിവെച്ചുകൊണ്ട് ഡ്രൈവർ യദു കൃഷ്ണ തന്നെ ഒരു മാധ്യമത്തോട് പ്രതികരിക്കുകയുണ്ടായി. ആ ഡ്രൈവർ യദു കൃഷ്ണ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവുമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നും യദു പ്രതികരിച്ചു. എന്നാൽ 1 മണിക്കൂർ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്നും സാമാന്യമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഇത്രയും ആളുകളെയും കൊണ്ട് ഒരു ദൂരയാത്ര നടത്തുമ്പോൾ 1 മണിക്കൂറോളം എങ്ങനെയാണ് ഫോണിൽ സംസാരിക്കുക എന്നും യദു ചോദിച്ചു. തനിക്കുമേൽ ഇനിയും കേസ് വരുമെന്ന് ഉറപ്പാണ്, അതിനെ കോടതിയിൽ നേരിടും. ഇതാണ് ഡ്രൈവർ യദു കൃഷ്ണയുടെ മറുപടി. അതായത് ഫോണിൽ സംസാരിച്ചു എന്ന ആരോപണത്തെ ഏതാണ്ട് അംഗീകരിക്കുന്ന മട്ടിൽ തന്നെയാണ് യദു കൃഷ്ണയുടെ പ്രതികരണവും വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വിഷയത്തിൻ്റെ തുടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു മേയർ ഡ്രൈവർ വിഷയം എന്ന രീതിയിൽ രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഈ ഡ്രൈവർക്ക് ഒരു ഉപാധികളില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഒരു സ്ത്രീ എന്ന പരിഗണന മേയർക്ക് നൽകാനോ മേയറുടെ ഭാഗം മേയർക്ക് പറയാനുള്ളത് കേൾക്കാനോ ഒരു താല്പര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നില്ല. 3 സമാന കേസുകളിൽ, അതായത് സ്ത്രീകളോട് മോശമായി പെരുമാറി എന്നതിന് 3 സമാന കേസുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, സ്വന്തം പേരിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഡ്രൈവർ യദു കൃഷ്ണ എന്ന വിവരം പുറത്തു വന്നപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഡ്രൈവർക്ക് ഈ ഉപാധികളില്ലാത്ത പിന്തുണ തുടർന്നു. അതിനുശേഷം നടി റോഷ്നി, മലയാള സിനിമ നടിയായ നടി റോഷ്നി സമാനമായ ഒരു അനുഭവം ഈ ഡ്രൈവറിൽ നിന്ന് തനിക്ക് കുന്നംകുളത്ത് വെച്ചുണ്ടായി എന്ന് വെളിപ്പെടുത്തിയപ്പോൾ അപ്പോഴും ഈ മാധ്യമങ്ങൾ നിശബ്ദത പാലിച്ചു. ഈ നടി റോഷ്നിക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും യദുവിനെ പിന്തുണയ്ക്കുന്നവർ എന്ന് പറയുന്ന ഒരു കൂട്ടം കോൺഗ്രസ്, ലീഗ്, BJP അണികൾ അശ്ലീല പരാമർശങ്ങളും സൈബർ അറ്റാക്കുമായി കളം നിറഞ്ഞപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ മൗനം പാലിക്കുകയാണ്. ഈ മൗനവും ഈ മേയറെ വേട്ടയാടാനുള്ള ആവേശവും ഒക്കെ തന്നെ വ്യക്തമായ ഇടതുവിരുദ്ധ മനോഭാവത്തിൽ നിന്നും വരുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യമൊട്ടുക്ക് തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുമ്പോഴും ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കാണിക്കുന്നതിനേക്കാൾ ആവേശം ഈ ഡ്രൈവർ വിഷയം ചർച്ച ചെയ്യാൻ കാണിക്കുന്നതിൽ നിന്ന് തന്നെ ഈ മാധ്യമങ്ങളുടെ അജണ്ട വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും ഡ്രൈവർ യദുവിന് കൂടുതൽ തിരിച്ചടിയായി വരികയാണ്. ഇനി മെമ്മറി കാർഡ് നഷ്ടമായ വിഷയത്തിൽ ഉൾപ്പെടെ യദുവിനെ ചോദ്യം ചെയ്യുവാനും യദുവിൻ്റെ ഫോൺ പരിശോധിക്കുവാനും പോലീസ് തയ്യാറെടുക്കുകയാണ്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം.